മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18/9/1982 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രമാണ് നക്ഷത്രം. ഉത്രം 4-ാം പാദം. തുലാ ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, 2-ൽ കുജൻ, 3-ൽ കേതു. 4, 5, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, 10 ശൂന്യം, 11-ൽ ശുക്രൻ, 12-ൽ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശനി, ഗുളികൻ. ഇവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് പ്രബല ഗ്രഹങ്ങൾ എല്ലാം തന്നെ, അതായത് വ്യാഴം, കുജൻ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശനി, ശുക്രൻ എല്ലാവരും തന്നെ നിലനിൽക്കുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഉള്ളിലാണ്. കാളസർപ്പയോഗം നല്ലതല്ല, ഒട്ടും നല്ലതല്ല. എല്ലാ കാളസർപ്പയോഗങ്ങളും അതീവ മാരകമോ അതല്ല എങ്കിൽ അതീവ പ്രഹരശേഷിയുള്ളതോ ഒന്നുമല്ല. കാളസർപ്പയോഗം ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഡിലേ അല്ലെങ്കിൽ വൈകിയ ശേഷം കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ പലരും വിളിക്കാറുമുണ്ട്. പക്ഷേ ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലഗ്നത്തിൽ വ്യാഴം ഉണ്ട്, വളരെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനിലയുടെ ശൈലിയല്ല ഇതിനുള്ളത്. പ്രധാനമായിട്ടും ഇത്തരക്കാർ ആദ്യമേ ചിട്ടയോടെ ശീലിക്കേണ്ടുന്ന ഒരു ശീലം എന്ന് പറയുന്നത്, ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഉയരാനും വളരാനും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറിക്കോണം. അവിടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പണി കിട്ടും. അത് തന്നെയാണ് കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, ശനി നിൽക്കുന്നത് 12-ൽ നഷ്ടസ്ഥാനത്ത്, സൂര്യനോടൊത്ത്, ഗുളികനോടൊത്ത്, ചന്ദ്രനോടൊത്ത്, ബുധനോടൊത്ത്. നല്ലതല്ല, അശേഷം നല്ലതല്ല. മാത്രവുമല്ല, ലഗ്നാൽ 5-ലേക്ക് കുജൻ്റെ 4-ാമത് ദൃഷ്ടി. ഒരാൾ പറഞ്ഞാലും കേൾക്കാത്ത ശീലം, ഞാൻ വിചാരിച്ചത് മാത്രം ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട്, ഞാനാണ് ശരിയെന്ന് പറയുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, എനിക്കൊന്നും ഭയക്കാനില്ല, എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് പറയുന്ന ഒരു ചിന്ത നല്ലതല്ല. അത് നല്ലതിനായിരുന്നുമില്ല. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന, വിദേശത്താണ് ഇദ്ദേഹം, വലിയ ശമ്പളത്തിൽ, സാധാരണ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള സാലറിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് പിന്നീട് പലവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പല രൂപത്തിൽ, ഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ ചിന്താശേഷിയുടെ ബലഹീനതകൾ കൊണ്ട്, ദുശീലങ്ങൾ കൊണ്ട് ഒക്കെ വരികയും ക്രമാനുഗതമായിട്ട് മാറ്റങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കുകയും, അതേപോലെ തന്നെ മുൻപ് വാങ്ങിയിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയിലും താഴെ ആയിട്ടുള്ള ഒരു സാലറിയിലാണ് ഇദ്ദേഹം നിലവിൽ ജോലി ചെയ്യുന്നത്. ഇത്തരക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരുപാട് മുൻപുള്ള വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ്, 12-ാം ഭാവം കറക്റ്റല്ല എങ്കിൽ വലിയ വമ്പൻ കളികൾക്ക് പോകാതിരിക്കുക. പണം ഇറക്കിയുള്ള വമ്പൻ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ വമ്പൻ പരിപാടികൾക്ക് പോകാതിരിക്കുക ഒരു കാരണവശാലും. ഇവിടെയൊക്കെ 12-ൽ ചന്ദ്രൻ, ബുധൻ, അതിൽ തന്നെ ബുധൻ ചന്ദ്രൻ നല്ല ബന്ധമല്ല. സൂര്യൻ, ശനി, ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം, ശത്രുതയാണ്, കടുത്ത ശത്രുതയാണ്. അവിടെ വിഷം മാത്രം സപ്ലൈ ചെയ്യുന്ന ഗുളികനും വന്നു. ഇത് 5-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനി ആകുകയും ചെയ്തു. 5-ലേക്ക് 2-ൽ ശക്തനായി നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടിയും വന്നു. കുജനിലേക്ക് ഗുളികനോടൊത്ത്, സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അക്യുറേറ്റ് ആണെന്ന് ഉറപ്പായാൽ മാത്രമേ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാവൂ. കാൽക്കുലേറ്റഡായി മാത്രമേ ഇത്തരം ആളുകൾ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകാവൂ. വലിയ സാലറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം ഇനിയുള്ള കാലം മുഴുവനും എന്ന് ചിന്തിച്ച് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാളസർപ്പയോഗം കിടക്കുന്ന ഒരു ജാതകം, രാഹുവും കേതുവും ഇറുക്കും. കാര്യങ്ങളെ മുന്നോട്ട് ഒരടി പോലും പോകാൻ പറ്റാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കും. അതങ്ങനെ തന്നെ സംഭവിച്ചു. വ്യാഴം എല്ലാ ഗുണങ്ങളും, വ്യാഴം ലഗ്നത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും വാരിക്കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വഴി ബാധ്യതകൾ,
ധാരാളം ബാധ്യതകളിലേക്ക്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതുവഴി ബാധ്യതകളിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയും ഇദ്ദേഹത്തിന് ഉണ്ടായി എന്ന് വിഷമത്തോടെ തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ മുൻകൂട്ടിയൊക്കെ എന്താണ് അവനവൻ്റെ ജാതകത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിഞ്ഞ് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, ചിന്തിക്കണം എന്നൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇത്തരം വീഴ്ചകളിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ ഈ 100% വീണു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു അറിവിലൂടെ ഒരു 50% കുറയ്ക്കാൻ പറ്റിയാൽ അതും ഒരു വലിയ ആശ്വാസമാണ്. അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആസ്ട്രോളജി കൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. വീഴ്ച വീണാൽ തന്നെ അതിൻ്റെ ആഘാതത്തെ എങ്ങനെ കുറയ്ക്കാൻ കഴിയും, ഒന്ന് പിടിച്ചു നിന്ന് പോകാൻ എങ്ങനെ കഴിയും. അതല്ലാത്ത പക്ഷം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ജാതകം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വളരെ ചെറുപ്പസമയത്ത് നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കറക്റ്റായിരുന്നു. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ബാധ്യതകളുമായി ബന്ധപ്പെട്ട്, ചിന്തകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 2 കാര്യങ്ങൾ കണക്റ്റഡ് ആണ് എന്നും അത് വളരെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിവാഹം, സന്താനം വൈകുക പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ കറക്റ്റായിട്ട് വന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഇവിടെ സന്താനം വൈകി എന്ന് പറയുന്നതിന് മനസ്സിൻ്റെ സ്ഥാനത്തിനുപരി സന്താനസ്ഥാനവുമാണ് ഈ പറയുന്ന ലഗ്നാലഞ്ച്. അവിടേക്ക് 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 12-ൽ നഷ്ടസ്ഥാനത്ത് ഗുളികനോടൊത്ത് സൂര്യനോടൊത്തൊക്കെ നിന്നു. മാത്രവുമല്ല അത് ശനി ആയതുകൊണ്ട് തന്നെ വൈകുക, അത് ഗുളികനോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പരിധിയിൽ കൂടുതൽ വൈകുക. ഏതാണ്ട് 10 കൊല്ലത്തിനടുത്ത് താമസിച്ചാണ് ഇദ്ദേഹത്തിന് സന്താനഭാഗ്യം ഉണ്ടായത്. അവിടേക്കാണ് ശനിയുടെ തന്നെ, ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ തന്നെ 3ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം കുജൻ്റെ 4ാം ദൃഷ്ടി വരുന്നത്. അപ്പോൾ കാര്യങ്ങൾക്ക് ഒന്നുകൂടെ നെഗറ്റീവാക്കും, കാളസർപ്പയോഗവും കിടക്കുകയാണ്. ഇപ്പോൾ സന്താനം ഒരു ഭാഗ്യമാണ്, ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഒരു ഭാഗ്യമാണ്, നല്ല വിവാഹ ജീവിതം ഭാഗ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സം ചെയ്യത്തക്ക രീതിയിൽ കാളസർപ്പയോഗമൊക്കെ ഉള്ള ആളുകൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഏറ്റവും വലിയ ക്രമം, ചിട്ട എന്ന് പറയുന്നത് ഒരു അവസരം കിട്ടിയാൽ അത് കൊണ്ട് നേടിക്കോണം. അവിടെ നമ്മൾ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഓരോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടിയാൽ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതല്ലാത്ത പക്ഷം ഇത്തരം വളരെ അങ്ങേയറ്റം ഏതൊരു മനുഷ്യനും കിട്ടാവുന്നതിൻ്റെ മാക്സിമമാണ് ഇദ്ദേഹത്തിൻ്റെ 12ാം ഭാവം എന്ന് പറയുന്നത്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ, ശനി ശത്രു, സൂര്യൻ, ബുധൻ, ചന്ദ്രൻ, ഗുളികൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. മാത്രവുമല്ല ഈ 4ാം ഭാവാധിപൻ, ഇപ്പോൾ ഈ 12-ൽ നിൽക്കുന്ന ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശനി, ഗുളികൻ ചെലവിൻ്റെ സ്ഥാനത്ത് എന്ന് വെച്ചാൽ വർദ്ധിച്ച ചെലവുകൾ അല്ലെങ്കിൽ പണം കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുന്ന അവസ്ഥ. അതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന 5ാം ഭാവാധിപൻ 12-ൽ, ഈ ബാധ്യതകൾ. 4ാം ഭാവം ബാധ്യതയുടെയും വീടിൻ്റെയും ഒക്കെ സ്ഥാനമാണ്. വീടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത, തർക്കം, വഴക്ക്, ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യത, അതുവഴി ബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യത. വളരെ അങ്ങേയറ്റം പണത്തിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണിത്. ഇപ്പോഴും ഇദ്ദേഹത്തിന് സാധ്യതകൾ സജീവമാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു, കാളസർപ്പയോഗമുണ്ട് എന്നിരുന്നാൽ തന്നെയും, ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് വ്യാഴം എന്നിരുന്നാൽ തന്നെയും, വ്യാഴം 5-ലേക്കും 7-ലേക്കും 9-ലേക്കും ദൃഷ്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇദ്ദേഹത്തിന് സാധ്യതകൾ സജീവമാണ്. പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഇദ്ദേഹം സ്വയം ആർജിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. എല്ലാവരോടും, ഈ കൺസൾട്ടിങ്ങിന് വിളിക്കുന്ന എല്ലാവരോടും ഈ 4ാം ഭാവം ഒക്കെ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, 12ാം ഭാവം ഒക്കെ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പണത്തിൻ്റെ ഉപയോഗം അങ്ങേയറ്റം കരുതുക. അതൊരു പ്രാക്ടിക്കൽ റെമഡിയാണ്, പ്രായോഗികമായിട്ടുള്ള പരിഹാരം. അപ്പോൾ തന്നെ ഒരു 50% പ്രശ്നങ്ങളെ ഒരു വിധം തരണം ചെയ്ത് പോകാനുള്ള ശേഷി നമുക്ക് ആർജിക്കാൻ കഴിയും. ശേഷമേ വേണ്ടൂ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. പ്രായോഗിക ആകുമ്പോൾ തന്നെ പ്രായോഗികമായിട്ടുള്ള പരിഹാരവും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് ചെയ്യാതെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരം മാത്രം ചെയ്ത് മുന്നോട്ട് പോയി എന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. വിശന്നാൽ ശനിയായാലും രാഹു ആയാലും ഏത് ദശയാണെങ്കിലും വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ. പ്രായോഗികതയാണ്, നിലനിൽപ്പ് അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ 4ാം ഭാവമൊക്കെ വളരെ മോശാവസ്ഥയിൽ, ഇതേപോലെ അങ്ങേയറ്റം മോശാവസ്ഥയിൽ നിൽക്കുകയും അത് 12-ൽ തന്നെ നിൽക്കുകയും 12 അത്രയും പ്രശ്നാധിഷ്ഠിതമായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ
അങ്ങേയറ്റം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിൻ്റെ ഇരട്ടി കയ്യിൽ നിന്ന് ഒഴുകി പോകുന്നത് കാഴ്ചക്കാരനായി ഇന്ന് കാണേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് പറയുന്നു. ഉത്രമാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ സൂര്യദശയിൽ ജനിച്ചു 83 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2000 വരെ, അതിനുശേഷം രാഹു 2018 വരെ, ഗുരു 2034 വരെ. ഇദ്ദേഹം രാഹുദശയിൽ നല്ല രീതിയിൽ ഉയർന്നു പലപ്പോഴായിട്ട്. പക്ഷേ അതെല്ലാം പിന്നീട് തകർന്ന് അടിയുന്ന കാഴ്ചയും കണ്ടു. അതാണ് രാഹു. വാരിക്കോരി കൊടുക്കും, പക്ഷേ നിലനിർത്തി കൊടുക്കില്ല. അവിടെയാണ് രാഹുവിൻ്റെ പ്രശ്നവും. അതേപോലെ തന്നെ 2034 വരെ വ്യാഴം, അതിനുശേഷം ശനി 2053 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ശുക്രനാണ് ഗുളികൻ്റെ 2ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം, അതായത് ഗുരു. അതിൽ തന്നെ ചിങ്ങത്തിൽ ഗുളികൻ്റെ തന്നെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ 2028 ജൂലൈ 26 വരെ. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണെന്ന് സംശയം പറയാം. ഒരു ഗ്രഹം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഗ്രഹം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യത്തക്ക രീതി മറ്റ് 1-2 ഗ്രഹങ്ങളിൽ നിന്ന് കിട്ടിയാൽ ഏറെ നന്ന്. ഇവിടെ അതില്ല. ഇവിടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു. ബാക്കി പ്രബലരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്നുള്ള രീതിയിൽ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഈ ഗ്രഹനിലയുടെ ഏറ്റവും വലിയ പോരായ്മയും. അങ്ങനെയുള്ള ആളുകൾ ഒരു പിടിവള്ളി കിട്ടിയാൽ അതിൽ പിടിച്ച് കയറിക്കോണം. വലിയ ഭാരിച്ച കാര്യങ്ങൾക്ക് പോകാൻ നിൽക്കാതെ ഉള്ളത് നിലനിർത്തി പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അത് ഇനിയാണെങ്കിലും. ഈ കാളസർപ്പയോഗമൊക്കെ എപ്പോഴും ആക്റ്റീവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മാത്രവുമല്ല, ഈ ദുശീലങ്ങൾ അത് ഇനിയാണെങ്കിലും ലഗ്നാൽ 5ലേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ശീലക്കേടുകൾ ഒക്കെ തോന്നുന്നുവെങ്കിൽ മാറ്റിപ്പോയാൽ നല്ലത്. ഈ രാഹു ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇറങ്ങിയാൽ തിരിച്ചു കയറുക ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ വരും വരായികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നന്നാവും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.